എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാം. വീടിന്റെ ജനൽ കാട്ടാന തകർത്തു. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പെരിഞ്ഞനത്ത് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. രാത്രി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതിയൊഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുമ്പ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു. 5-6 മാസമായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത്. ഇവിടെ ഈ പുഴയുടെ കൂടി 2 സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നും കൂടെ വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് അതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വാഴ വന്ന് വലിച്ചു കൊണ്ടുവരും. അപ്പൊ നമ്മള് ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഇവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വന്ന് ഈ ജനലമേ പിടിച്ച് തകർന്നുകൂടി ജനലൊക്കെ തകർന്നു പോയി. കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി പറഞ്ഞു. വസുപ്രദ ലിമിറ്റഡിന്റെ കുറെ കാലഹരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളണം. ടൂറിസ്റ്റുകൾ കൂടുതൽ ഈ പ്രദേശത്തേക്ക് ഇപ്പൊ എത്തിച്ചേരുന്നുണ്ട്. പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള പ്രധാന റോഡിലും ആനശല്യം വളരെ രൂക്ഷമാണ്. ഇവിടെ ഈ തോട്ടം മേഖലയിൽ 10-200 തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്നു. അത് അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 500ഓളം തൊഴിലാളികൾ ഉണ്ടായി ഈ എസ്റ്റേറ്റിൽ. ഇപ്പൊ 100-ൽ താഴെയാണ് ആകെയുള്ള തൊഴിലാളികൾ. കാട്ടാനശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, പുതുക്കാട്. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. മേലെ ചുരക്കുന്ന ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള 2 മാസം പ്രായമുള്ള മൂരിക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. ചന്ദ്രന്റെ വീടിനോട് ചേർന്ന റബ്ബർ തോട്ടത്തിൽ തീറ്റയെടുക്കുകയായിരുന്ന മൂരിക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്ന് പുലി ഓടിപ്പോവുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സംഭവമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. 1 വർഷം മുൻപ് ചന്ദ്രന്റെ പശുക്കിടാവിനെയും സമീപത്തെ വീട്ടുകാരുടെ ആടിനെയും പട്ടിക്കുട്ടികളെയും പുലി പിടിച്ചിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ്സുടമകളും ജീവനക്കാരും ഇരിങ്ങാലക്കുടയിൽ പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലും മറ്റ് ഡിവിയേഷനുള്ള ഇടങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. കരുവന്നൂർ അഞ്ചോവ് പെട്രോൾ പമ്പിന് സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്ത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ചെറുവാഹനങ്ങൾക്ക് ഊരകം പല്ലിശ്ശേരി വഴി രാജാ കമ്പനി പരിസരത്തേക്ക് എത്തുന്ന വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്റ്റുഡന്റ് പോലീസിനെ കൂടുതൽ സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ഏർപ്പെടുത്തുമെന്നും പോലീസ് ഉറപ്പു നൽകി. മാപ്രാണം ലാൽ ആശുപത്രി പരിസരത്ത് ഗതാഗത നിയന്ത്രണം തെറ്റിച്ച് എത്തിയ വാഹനങ്ങൾക്കെതിരെ ബസ്സുടമകൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തുശ്ശേരി വഴി ചെമ്മണ്ട, കാറളം, മൂർക്കനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞാണ് പോകേണ്ടത്. എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. റോഡിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം വന്നതോടെയുമാണ് ശനിയാഴ്ച സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്.
ശക്ത സ്റ്റാൻഡിൽ പിരിച്ചിരുന്ന സ്റ്റാൻഡ് ഫീ അടുത്ത ദിവസം മുതൽ നൽകില്ലെന്നും ബസ് ഉടമകൾ പറഞ്ഞു. TC വിനോസ്, ഇരിങ്ങാലക്കുട. പെരിഞ്ഞനത്ത് ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് സിറിയൻ ബാങ്കിലാണ് സംഭവം. ജനറേറ്റർ ഓൺ ചെയ്യുകയും തുടർന്ന് ശബ്ദത്തോടെ തീയും പുകയും ഉയരുകയായിരുന്നു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ ഉടൻ തന്നെ അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് തീയണച്ചെങ്കിലും പുക ഉയർന്നതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി അപകട സാധ്യത ഒഴിവാക്കുകയായിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ജനറേറ്ററിന്റെ തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ജനറേറ്റർ പൂർണ്ണമായും കത്തിനശിച്ചു. വയറിങ്ങുകൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. കോവിഡിനു മുമ്പ് ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് രാത്രികാല യാത്രക്കാരെ വലയ്ക്കുന്നത്. രാത്രി 8:15 ഗുരുവായൂരിൽ നിന്നുള്ള KSRTCയുടെ അവസാന ബസ്. ഇത് പോയി കഴിഞ്ഞാൽ 8:30 തമിഴ്നാട് സർക്കാരിന്റെ ഒരു ബസ്സും ഇതിനുശേഷം ഒരു സ്വകാര്യ ബസ്സുമുണ്ട്. അതും ഉറപ്പില്ല. ട്രെയിനാണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 എറണാകുളം പാസഞ്ചർ പോയി കഴിഞ്ഞാൽ രാത്രി 11:15 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഉള്ളത്. ഇതല്ലാതെ സാധാരണ യാത്രക്കാർക്ക് തൃശൂരിലെത്താൻ ടാക്സി അല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. രാത്രിയിലും ഉറങ്ങാത്ത ക്ഷേത്രനഗരിയിലെത്തുന്നവർ ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. കോവിഡിനു മുമ്പ് രാത്രി 10 മണിക്ക് ശേഷവും തൃശൂരിലേക്ക് KSRTC ഉണ്ടായിരുന്നു. ഇത് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് കേരള കോൺഗ്രസ് എം ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി P. ഗോപകുമാർ പറഞ്ഞു. ഗുരുവായൂരിന്ന് രാത്രി 9 മണിക്ക് ശേഷം അകലെ നിന്ന് വരുന്ന ജനങ്ങൾക്ക് തൃശ്ശൂർ വരെ എത്തിച്ചേരാൻ ഒരു ബസ് സർവീസ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. KSRTCയുടെ DTOയ്ക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് ഇതുവരെ നടപടിയായിട്ടില്ല. എത്രയും വേഗം അതൊന്ന് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കുന്നംകുളം വഴി തൃശൂരിലേക്ക് രാത്രിയിൽ KSRTC ബസ്സുകളുണ്ട്. ഇതിലൊരെണ്ണം ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് സർവീസ് ആരംഭിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TC വിനോസ്, ഗുരുവായൂർ. കണ്ടശാംകടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷന്റെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് റഹീം, സെക്രട്ടറി സുമേഷ് കുമാർ, TMC ചെയർമാൻ EL ടോണി, സ്റ്റാഫ് പ്രതിനിധി PU കിരൺ, മാനേജിംഗ് പാർട്ണർ സിജോ കുണ്ടുകുളം, പാർട്ണർ VA മുരളി എന്നിവർ സംസാരിച്ചു. നറുക്കെടുപ്പിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പാർട്ണർമാർ, ഓഫീസ് സ്റ്റാഫുകൾ, കളക്ഷൻ സ്റ്റാഫുകൾ, ടെക്നീഷ്യന്മാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അടിച്ചവരെ ആംബുലൻസിൽ കയറ്റി രക്ഷപ്പെടുത്തിയ പോലീസ് അടികിട്ടി ആശുപത്രിയിൽ കഴിഞ്ഞ SFI നേതാവിനെതിരെ വധശ്രമത്തിന് കേസെടുത്തുവെന്ന് DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്. ഡിസോൺ കലോത്സവത്തിൽ കലാപമുണ്ടാക്കാൻ KSU കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് SFI DYFI മാള കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രമേശ് ചെന്നിത്തല ജയിലിലെത്തി KSU നേതാക്കളെ കണ്ട ശേഷം നടത്തിയ പ്രതികരണത്തെ തുടർന്ന് SFI നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസിന്റെ വികാരം എന്തായിരുന്നുവെന്നും ശരത് പ്രസാദ് ചോദിച്ചു. SFIക്കാർ ഉൾപ്പെടെയുള്ളവരെ കൊല്ലാൻ ശ്രമിച്ച KSU നേതാക്കളെ ആംബുലൻസിൽ കയറ്റി രക്ഷപ്പെടുത്തിയത് ഉത്തരവാദപ്പെട്ട പോലീസാണ്. അടികിട്ടി ഗുരുതരമായി പരിക്കേറ്റയാൾക്കും അടിച്ചയാൾക്കും വധശ്രമത്തിന് കേസെടുത്ത പോലീസിന് ആ കസേരയിൽ സുഖമായി ഇരിക്കാൻ കഴിയില്ലെന്നും DYFI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. SFI മാള ഏരിയ സെക്രട്ടറി PM ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SFI ജില്ലാ സെക്രട്ടറി വിഷ്ണു പ്രഭാകർ, C ധനുഷ് കുമാർ, TK സന്തോഷ് എന്നിവർ സംസാരിച്ചു. കോളേജിനകത്ത് നിരവധിയായ സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകിയവൻ, ഈ തൃശൂരിനകത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഗുണ്ട ക്രിമിനൽ, കാപ്പ ചുമത്തി നാട് കടത്തേണ്ടുന്നവൻ. നാടോടി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിന് പോക്സോ കോടതി ഇരട്ട ജീവപര്യന്തവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. നാടോടി വിഭാഗത്തിൽപ്പെട്ട മുത്തയെയാണ് കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജ് V വിനീത ശിക്ഷിച്ചത്. ജീവപര്യന്തമെന്നതിൽ ജീവിതകാലം മുഴുവനും ശിക്ഷ അനുഭവിക്കണമെന്നും വിധിയിൽ പറഞ്ഞു.
പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകണം. 12 വയസ്സുള്ള കുട്ടി കുടുംബത്തോടൊപ്പം എടമുട്ടം SN സെന്ററിനടുത്തുള്ള പീഡിക വരാന്തയിൽ കിടന്നുറങ്ങുമ്പോൾ പീഡിപ്പിച്ചെന്നാണ് കേസ്. 2022 മെയ് മാസത്തിലായിരുന്നു സംഭവം. തിരുവില്ലാമല എരവത്തൊടി പാടശേഖരത്തിലെ 8 ഏക്കറോളം നെൽകൃഷി കർഷകർ ഉപേക്ഷിച്ചു. ജലലഭ്യത ഇല്ലാതായതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയായിരുന്നു. പകുതി വളർച്ചയെത്തിയ സമയത്തായിരുന്നു വെള്ളക്ഷാമം മൂലം കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകൾ കർഷകർക്ക് വെള്ളം ലഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന് കർഷകനായ രാജീവ് പറഞ്ഞു. ഏകദേശം ഒരു 5-8 ഏക്കറോളം ഭൂമി കർഷകർ വെള്ളം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. പക്ഷേ വെള്ളം കിട്ടിയില്ല. പ്രാവശ്യത്തെ വേനൽ കടുത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് വരൾച്ചയിലാണ്. കൃഷി ഉപേക്ഷിച്ച നിലയിലാണ് എല്ലാവരും. അതുപോലെ യാതൊരു പഞ്ചായത്തിൻ്റെ വകയോ മറ്റുള്ള വകയോ യാതൊരു ജലസേന സൗകര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക്. ഈ സാധാരണ മഴയും ഉറവയും ആശ്രയിച്ചിട്ടാണ് ഞങ്ങളത്. അപ്പോൾ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഇവിടെ ഒരു ജലസേചനത്തിൻ്റെ സൗകര്യം, ഒരു കിണറോ കുഴൽക്കിണറോ ഒന്നും അടിച്ചു തരണമെന്നുണ്ട് വളരെ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈഡേ ദിനത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വള്ളിവട്ടം ചിരട്ടക്കുന്ന് സെന്ററിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തുകയായിരുന്ന തെക്കേ വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 14 കുപ്പികളിലായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 7 ലിറ്റർ മദ്യവും ആക്ടീവ സ്കൂട്ടറും മദ്യം വിറ്റ് ലഭിച്ച 1500 രൂപയും കസ്റ്റഡിയിലെടുത്തു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ക്ലോക്ക് ടവറുകളുടെ സമയദോഷം മാറുന്നു. നാളേറെയായി നിശ്ചലമായും സമയം തെറ്റിയും കിടന്നിരുന്ന പൊതു ക്ലോക്കുകൾ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. TN പ്രതാപൻ MLA ആയിരിക്കെ റിംഗ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് വിവിധ ജംഗ്ഷനുകളിൽ ക്ലോക്ക് ടവറുകൾ സ്ഥാപിച്ചത്. ഇതോടൊപ്പം ആനാപ്പുഴ ജംഗ്ഷനിലും ക്ലോക്ക് ടവർ സ്ഥാപിച്ചിരുന്നു. ഭക്തരും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ നിരവധി പേർ വന്നെത്തുന്ന കൊടുങ്ങല്ലൂർ നഗരത്തിലെ ക്ലോക്ക് റൂം ടവറുകൾ നിശ്ചലമായത് അധികൃതർക്ക് നാണക്കേടായിരുന്നു. അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചുവെങ്കിലും ക്ലോക്ക് പ്രവർത്തനക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ലോക്കുകൾ തകരാർ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. സ്ഥിരമായി റേഷൻ അരി മുടങ്ങുന്നതിൽ മനം നൊന്ത് റേഷൻ കടയുടെ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ റേഷൻ കടയുടമ ഒറ്റയാൾ സമരം നടത്തി. കൊരട്ടി വാളൂരിലെ റേഷൻ കടയുടമ PK നൌഷാദാണ് ഒറ്റയാൾ നിരാഹാര സമരം നടത്തിയത്. ജില്ലാ കളക്ടറും ജില്ലാ സപ്ലൈസ് ഓഫീസറും പ്രശ്നത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സമരം അവസാനിപ്പിച്ചു. ജനുവരിയിലെ റേഷൻ അരി തിങ്കളാഴ്ച കടകളിൽ എത്തിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായി റേഷൻ അരി വിതരണം അവതാളത്തിലാണെന്ന് നൌഷാദ് പറഞ്ഞു. സമരം നടത്തിയ നൌഷാദിനെ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PD പോൾ, ചാലക്കുടി താലൂക്ക് ജനറൽ സെക്രട്ടറി KK പങ്കജാക്ഷൻ, നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു തുടങ്ങിയവർ അനുമോദിച്ചു. അതേസമയം റേഷൻ വിതരണം സാധാരണ നിലയിലായതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം റേഷൻ കട നടത്തിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. കാരണം ഇന്നലെ 31-ാം തീയതിയായി ഈ ജനുവരി മാസത്തെ അരി എത്തിക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കാർഡ് ഉടമകൾ വരുമ്പോൾ നമുക്ക് ഒരു മറുപടി പറയാൻ ഇതേവരെ പറ്റിയിട്ടില്ല. ഇന്നലെ 31-ാം തീയതി പോലും അരി വരാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ റേഷൻ കടയിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. പുറമ്പോക്ക് ഭൂമി കയ്യേറിയ എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് അംഗവും നേതാവുമായ MC ഐജുവിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കണമെന്ന് CPM എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ കരിയന്നൂർ വില്ലേജിലെ സർവേ നമ്പർ 218-ൽ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന 3 മീറ്റർ വഴിയടക്കമുള്ള പുറമ്പോക്ക് ഭൂമിയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവും 17-ാം വാർഡ് മെമ്പറുമായ MC ഐജു കയ്യേറിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. ഭൂമിയുടെ അതിർത്തിയിൽ വേലി കെട്ടിത്തിരിക്കാത്തതിന്റെ മറവിലാണ് അവധി ദിനത്തിൽ പഞ്ചായത്ത് മെമ്പറും മുൻ പഞ്ചായത്ത് അംഗമായ പിതാവും ചേർന്ന് സ്വകാര്യ ഭൂമിയും പുറമ്പോക്ക് ഭൂമിയും വേലി കെട്ടിത്തിരിച്ച് സ്വന്തമാക്കിയതെന്ന് ആരോപണത്തിൽ പറയുന്നു. MC ഐജുവിനെതിരെ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ നേതാവും 17-ാം വാർഡ് മെമ്പറുമായിട്ടുള്ള MC ഐജു
സർവേ നമ്പർ 218 എന്ന ഭാഗം വരുന്ന പ്രദേശത്തിനകത്ത് കരിയനൂർ വില്ലേജിനകത്ത് ഉൾപ്പെടുന്ന സ്ഥലത്ത് കയ്യേറിയതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിനകത്തുള്ള കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്നുള്ള വലിയ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തം പ്രദേശത്തിനകത്തും അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും പുറമ്പോക്കും ഒക്കെ തന്നെ കയ്യേറുന്ന സ്ഥിതി കോൺഗ്രസ് നേതാവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. VHSS പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാമത് ബാച്ച് സീനിയർ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി കെ രാജൻ സല്യൂട്ട് അഭിവാദ്യം സ്വീകരിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വഭരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടമുറികൾ വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബൈലോ ഭേദഗതി നിർദ്ദേശത്തെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. കോൺഗ്രസ് RMP അംഗങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ഭരണപക്ഷം പ്രതിരോധിച്ചതോടെ പ്രതിപക്ഷം ബഹളം വെച്ചു. കൌൺസിൽ യോഗം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിടുകയായിരുന്നു. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കൌൺസിൽ തീരുമാനങ്ങൾ തിരുത്തി എഴുതുന്നുവെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു സി ബേബി ആരോപിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗങ്ങൾ അജണ്ടകൾ ചർച്ച ചെയ്യാതെ തുടർച്ചയായി ബഹളത്തിലാണ് കലാശിക്കുന്നത്. നഗരസഭാ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സ്വകാര്യ ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിനെ നോക്കുകുത്തിയാക്കുകയാണെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ കുറ്റപ്പെടുത്തി. ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട്, കളക്ടർ എന്നിവർക്ക് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ ഹോംഗാർഡുകളെ സ്ഥിരമായി നിയമിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നെല്ലങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പാണ്ടിമേളം അരങ്ങേറ്റം നടന്നു. പാർമേക്കാവ് അഭിഷേകിന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 14 കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് ഓർഗനൈസേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. K. രമേശനെ പ്രസിഡന്റായും E.K. നാരായണൻ ഉണ്ണിയെ സെക്രട്ടറിയായും A.V. പ്രശാന്തിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ഭക്തജനങ്ങൾക്കായി ആധുനിക രീതിയിലുള്ള ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. പുതുക്കാട് മണ്ഡലത്തിലെ LSS, USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. തലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിശീലന ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, TS ബൈജു, N മനോജ്, സുന്ദരി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. 2 ബാച്ചുകളിലായി 1000ഓളം കുട്ടികൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികളും വിതരണം ചെയ്തു. എടപ്പാളിൽ സിനിമാ തിയേറ്റർ പീഡനക്കേസിൽ പ്രതിചേർത്ത എരുമപ്പെട്ടി മങ്ങാട് സ്വദേശിയായ പോലീസ് സബ് ഇൻസ്പെക്ടർ KG ബേബിയെ കോടതി കുറ്റവിമുക്തനാക്കി. കേസെടുക്കാൻ വൈകിയെന്ന് ആരോപിച്ചാണ് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന ബേബിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പോക്സോ ചുമത്തി കേസെടുത്തത്. 2018ലാണ് കേസിനാസ്പദമായ സംഭവം. സ്റ്റേഷനിൽ ലഭിച്ച വിവരങ്ങൾ കൃത്യമല്ലാത്തതിനാൽ തെളിവുകൾ ശേഖരിക്കാനെടുത്ത കാലതാമസം മാത്രമാണ് കേസെടുക്കാൻ വൈകിയതിന് കാരണമെന്ന് കോടതി കണ്ടെത്തി. ഇതിനുശേഷമാണ് FIR ഇട്ട് കേസെടുത്തതെന്നും വിലയിരുത്തിയാണ് കോടതി ബേബിയെ കുറ്റവിമുക്തനാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് പൊന്നാനി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് KN പ്രശാന്ത്, അഡ്വക്കേറ്റ് പയസ് മാത്യു, അഡ്വക്കേറ്റ് സുപ്രിയ മനോജ് എന്നിവർ കോടതിയിൽ ഹാജരായി. മായന്നൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഐഷർ ലോറി നിയന്ത്രണം വിട്ട് മതിലും ഗേറ്റും ഇടിച്ചു തകർത്തു. പാറമേൽപ്പടി വീട്ടിൽ കടമ്പാട്ട് ഉഷയുടെ വീടിന്റെ മതിലാണ് തകർന്നത്. കല്ലിങ്ങപ്പറമ്പിൽ മുഹമ്മദ് കുട്ടിയുടെ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂരിൽ വേറിട്ട സംഗീത അനുഭവമായി 51 പേരുടെ പഞ്ചരത്ന അഷ്ടപതി അരങ്ങേറി.
പഞ്ചരത്ന അഷ്ടപതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായാണ് 51 പേരുടെ പഞ്ചരത്ന അഷ്ടപതി മമ്മിയൂർ ക്ഷേത്രത്തിലെ ത്രയംബകം ഹാളിൽ അരങ്ങേറിയത്. ഗീതാഗോവിന്ദം ട്രസ്റ്റും പൈതൃകവും ചേർന്നാണ് അഷ്ടപതി അവതരണത്തിന് വേദിയൊരുക്കിയത്. മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ചു. പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരു ജ്യോതിദാസ് ഗുരുവായൂരിന്റെ ശിഷ്യന്മാർ ചേർന്ന് ആദരിച്ചു. മണലൂർ ഗോപിനാഥ്, കെ പി കരുണാകരൻ, കെ പി ഉദയൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മധു കെ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ചായക്കടയിലേക്ക് പാഞ്ഞുകയറി അപകടം. ജീവനക്കാരന് പരിക്കേറ്റു. ചായക്കടയിലെ ജീവനക്കാരനായ ബാലനാണ് പരിക്കേറ്റത്. കേച്ചേരി പഴയ BSNL ഓഫീസിന് സമീപത്തുള്ള സുരേഷിന്റെ ചായക്കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ചായക്കടയുടെ മുന്നിലുണ്ടായിരുന്ന ചില്ല് തകർന്നു വീണാണ് ബാലന് പരിക്കേറ്റത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ചാത്തക്കുടം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പൂരം പത്രിക പ്രകാശനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ MP മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത് എന്നിവർ ചേർന്ന് MLA KK രാമചന്ദ്രന് പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ, തന്ത്രിമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കടപ്പുറം വട്ടേക്കാട് അഷേഖ് ബർദാൻ തങ്ങളുടെ ചന്ദനക്കുടം നേർച്ചയ്ക്ക് കൊടിയേറി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N അലിമോൻ, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് RK ജമാലുദ്ദീൻ എന്നിവർ കൊടിയേറ്റം നിർവഹിച്ചു. V മൊയ്തു, EV കബീർ, RP ബക്കർ, RO ബക്കർ, A അബ്ദുള്ളമോൻ എന്നിവർ നേതൃത്വം നൽകി. തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ഈ മാസം നടക്കുന്ന ലക്ഷാർച്ചന ഏകാദശി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. വില്ലാദ്രിനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AB ദിവാകരന് ബ്രോഷർ നൽകി പ്രകാശനം നിർവഹിച്ചു. ഈ മാസം 24-നാണ് പ്രസിദ്ധമായ ഏകാദശി മഹോത്സവം. 15-ന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം MP മുരളീധരൻ നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, ദേവസ്വം മാനേജർ S വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ പ്രമുഖ കോച്ചിംഗ് സെന്ററായ സൈലം തൃശൂർ ക്യാമ്പസിൽ +1, +2 സ്റ്റേറ്റ് CBSE ബോർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കായി സൌജന്യ റിവിഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. തൃശൂർ മെട്രോ ഹോസ്പിറ്റലിന് സമീപമുള്ള ബാല്യ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സൈലം കോച്ചിംഗ് സെന്ററിൽ നടന്ന സൌജന്യ റിവിഷൻ ക്ലാസിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ പങ്കെടുത്തു. ക്ലാസിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സൈലത്തിന്റെ സൌജന്യ റിവിഷൻ മെറ്റീരിയൽസും വിതരണം ചെയ്തു. കൂടാതെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സംശയ നിവാരണ സെഷനും ഓറിയന്റേഷൻ ക്ലാസുകളും ഇതിന്റെ ഭാഗമായി നടന്നു. ഈ മാസം 2, 8, 9 എന്നീ തീയതികളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെയാണ് ഈ റിവിഷൻ ക്ലാസുകൾ തുടരുന്നത്. സൈലം തൃശൂർ ക്യാമ്പസ് സംഘടിപ്പിക്കുന്ന ഈ സൌജന്യ റിവിഷൻ ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് സെന്ററിൽ നേരിട്ടെത്തിയോ 7736488894 7736399930 എന്നീ നമ്പറുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ചാലക്കുടി പൂലാനി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവം വർണ്ണാഭമായി. വിവിധ സംഘങ്ങളുടെ കാവടി ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി സംഗമിച്ചു. മേലൂർ മൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ നിന്നും ആനപ്പൂരം എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഞായറാഴ്ച പള്ളിവേട്ട മഹോത്സവവും തിങ്കളാഴ്ച ആറാട്ടും നടക്കും. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാൾ ഈ മാസം 7, 8, 9 തീയതികളിൽ ആഘോഷിക്കും. ബുധനാഴ്ച വൈകിട്ട് 5-ന് ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. വെള്ളിയാഴ്ച രാവിലെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. ശനിയാഴ്ച വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അമ്പ് എഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ചയാണ് അമ്പ് തിരുനാൾ. ജനറൽ കൺവീനർ സൈബു മാളക്കാരൻ, കൈക്കാരന്മാരായ ഷൈജൻ ജോൺ, ഡേവിസ് മച്ചാമ്പിള്ളി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 23-ന് അതിരപ്പിള്ളി റൺ മാരത്തൺ സംഘടിപ്പിക്കും. സിൽവർ സ്റ്റോം ജംഗ്ഷനിൽ നിന്ന് 10 കിലോമീറ്റർ അതിരപ്പിള്ളി റോഡിലേക്കും തിരിച്ചും 100 കണക്കിന് ആളുകൾ കൂട്ടയോട്ടം നടത്തും. 21 കിലോമീറ്ററിലെ ഹാഫ് മാരത്തൺ, 10 കിലോമീറ്റർ ക്വാർട്ടർ മാരത്തൺ, 3 കിലോമീറ്റർ ദൂരമുള്ള ഫൺ റൺ എന്നീ കാറ്റഗറി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുക. മത്സരാർത്ഥികളുടെ പ്രായം അനുസരിച്ച് 18 ഗ്രൂപ്പുകളായും തിരിച്ച് സമ്മാനങ്ങളും നൽകും. കോർഡിനേറ്റർ ബിബിൻ ജോസഫ് മാണിക്കത്താൻ, പ്രസിഡന്റ് ഡോക്ടർ ജെറി ജേക്കബ്, ചെയർമാൻ ക്രിസ്റ്റോ തോമസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃശൂർ ഒളരി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.എം. ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജി. പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ടി.ജി. രാമചന്ദ്രൻ, സെക്രട്ടറി മാമച്ചൻ, ട്രഷറർ ഇ.എ. രത്നാകരൻ, ബ്ലോക്ക് പ്രസിഡന്റ് സി.ബി. കുഞ്ഞുമുഹമ്മദ്, ഫിലോമിന മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് പഞ്ചായത്തും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ഇ.ടി. വിൻസെന്റ് സ്മാരക ചെസ് ശില്പശാല സംഘടിപ്പിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. ശില്പശാല ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുച്ചാലിൽ, തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് മോനിഷ, വാർഡ് മെമ്പർമാരായ കെ. മോഹനൻ, ജോസ്മി ടൈറ്റസ്, സുബി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ചളിങ്ങാട് റെഡ് ആപ്പിൾ ടർഫിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ട് കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി.എസ്. മുഹമ്മദ് ഫയാസ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം സബ് ഇൻസ്പെക്ടർ കെ.യു. സജീഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ കെ. സക്കറിയ ലഹരിവിരുദ്ധ പ്രതിജ്ഞ നിർവഹിച്ചു. 10-ലധികം ടീമുകൾ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, മെമ്പർമാരായ സൈബുനിസ ഷറഫു, രജിത ഷാജി, ടെസി ഫ്രാൻസിസ്, മൈമുന ഷെബീർ, വിഇഒ ജീബ എന്നിവർ പങ്കെടുത്തു. അരിമ്പൂരിൽ നടക്കുന്ന കുട്ടികളുടെ ഗ്രാമസഭ ജനശ്രദ്ധ നേടുന്നു. പ്രത്യേക പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് ജനപ്രതിനിധികളുടെ ജോലി ഏറ്റെടുത്ത് ഗ്രാമസഭകൾ നടത്തുന്നത്. പഞ്ചായത്തിലെ 17 വാർഡുകളെ തരംതിരിച്ച് 10 കുട്ടികളുടെ ഗ്രാമസഭകളാണ് നടത്തുന്നത്. 5 ദിവസം കൊണ്ടാണ് ഇവ സമാപിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും വാർഡ് മെമ്പറായും കുട്ടികൾ തന്നെയാണ് ഗ്രാമസഭകളിൽ പങ്കെടുക്കുന്നത്. അരിമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 35 വിദ്യാർത്ഥികൾ ഇതിനായി പ്രത്യേക വളണ്ടിയർമാരായി പരിശീലനം നേടിയവരാണ്. ഗ്രാമപഞ്ചായത്തിൽ വയോസൗഹൃദ സേവനത്തിന് സാമൂഹ്യ ശൃംഖലയുടെ ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടികളുടെ വളണ്ടിയർമാർ തയ്യാറാക്കിയിട്ടുള്ള കുട്ടികളുടെ ഗ്രാമപഞ്ചായത്ത്, കുട്ടികളുടെ ഗ്രാമസഭ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,700 രൂപ, പവന് 61,600 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,369 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാം. വീടിന്റെ ജനൽ കാട്ടാന തകർത്തു. പീച്ചി മണിയൻ കിണറിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പെരിഞ്ഞനത്ത് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ജനറേറ്ററിന് തീപിടിച്ചു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനെത്തിയ താൽക്കാലിക ജീവനക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വല്ലൂർപ്പടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. രാത്രി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.